അപ്പോൾ നോക്കിക്കേ, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് പല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നോക്കിയാൽ ക്രിസ്തീയ മതവിശ്വാസികൾ തന്നെ, അത് ഞാൻ ഇന്ന് പറയുന്നതിന് വിരോധമില്ലല്ലോ. ഈ കത്തോലിക്കര്, യാക്കോബക്കാര് എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നെക്കാൾ ഉപരി നിങ്ങൾക്കറിയാം, ഇല്ലേ? എന്തുമാത്രം റാസകള്, നോയമ്പുകള്, ഇല്ലേ? തീർത്ഥാടനങ്ങള്, പദയാത്രകള്, ഇല്ലേ? പരുമല പോകുന്നു, പിന്നെ കോട്ടയത്തുണ്ടല്ലോ മണർകാട് പോകുന്നു, ഇല്ലേ? ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാ ചോദിച്ചാൽ ഇവർക്ക് ദൈവത്തെ പറ്റിയുള്ള അറിവില്ല. ദൈവം നമ്മളെ പാപത്തെ നീതീകരിക്കുന്നവനാണെന്നുള്ള ബോധമില്ല. അതുകൊണ്ട് എന്താണ്, ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സില്ലാതെ ആത്മാവിൽ ദരിദ്രനായിരിക്കുന്നതിനുള്ള ദൈവത്തിന് മുമ്പിൽ ആത്മാവിൽ ഇവരെന്തോ ഉന്നതന്മാരാണെന്നുള്ള ബോധത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് എന്താണ് ഈ ദാനം, ഈ രക്ഷ എന്ന് പറയുന്ന ദാനം അല്ലേ, അതുകൊണ്ട് ചോദിച്ച് മേടിക്കാൻ അവൻ കൈ നീട്ടുവാൻ അവർക്ക് താഴ്മയില്ല. അപ്പൊ ഈ താഴ്മ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ രക്ഷ കിട്ടത്തില്ല. താഴ്മയുള്ള ഹൃദയത്തിന് മാത്രമേ ദൈവം കൃപ കൊടുക്കുന്നുള്ളൂ. അപ്പം ഈ മനുഷ്യൻ ഇതെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴും എന്താണ്, അവന്റെ ഹൃദയത്തിൽ താഴ്മയില്ലാത്തത് കൊണ്ട് അവൻ രക്ഷിക്കപ്പെടുക. അല്ലെങ്കിൽ എന്താണ്, ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഉപമയിലേക്ക് തന്നെ പറയാം. ഞാൻ ദരിദ്രനായിട്ട് നിങ്ങളുടെ പടിക്ക് കിടക്കുക, നിങ്ങൾ മഹാരാജാവായിട്ട് വാഴുമ്പോൾ ഞാൻ ദരിദ്രനായിട്ട് കിടക്കുമ്പോൾ ഞാൻ അഹങ്കാരത്തിൽ പറയുകയാണ്, എനിക്ക് പറ്റിയ ഒരു സൗജന്യവും വേണ്ട, ഇവന്റെ ഒന്നും ഒരു കാര്യം ഞാൻ മേടിക്കത്തില്ല, പട്ടിണിയെങ്കിൽ പട്ടിണി, ചത്തുപോയാൽ ചത്തുപോട്ട് എന്ന് പറയുന്ന വാശിയുള്ള മനുഷ്യരെ കണ്ടിട്ടില്ലേ? നമ്മളിൽ ഈ വാശിയില്ലായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ എന്താണ്, അവൻ യഥാർത്ഥത്തിൽ പട്ടിണി കിടക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം? ഈ ധനവാന്റെ മുമ്പിൽ ചെന്നിട്ട്, സാർ എനിക്ക് ഇന്ന് ഭക്ഷണമില്ല, എനിക്ക് ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവൻ പട്ടിണി കിടന്ന് യാണ്ടി വരുമായിരുന്നോ? അതിനുള്ള താഴ്മ ഉണ്ടായെങ്കിൽ മാത്രമല്ലേ ഇവരോട് വന്ന് യാചിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതല്ല ഉദ്ദേശിക്കുന്നത്. അവണ്ണം ആത്മാവിൽ നമുക്കൊരു ദാരിദ്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിനെ സമ്പുഷ്ടമാക്കുന്ന, ആത്മാവിനെ സമ്പത്ത് കൊണ്ട് നിറയ്ക്കുന്ന, നിത്യജീവനെ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട്, കർത്താവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ അപേക്ഷിച്ചെങ്കിൽ മാത്രമല്ലേ അവനത് തരുത്തുള്ളൂ.